ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ പൗളിസ്റ്റ A1-ൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സാന്റോസ് നോവോറിസോണ്ടിനോ എന്ന ക്ലബിനോട് പരാജയപ്പെട്ടു. 1-2 ഗോളുകൾക്കാണ് നോവോറിസോണ്ടിനോ സാന്റോസിനെ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി കോമ്പറ്റീഷനിൽ നിന്നും സാന്റോസ് പുറത്തായിട്ടുണ്ട്. അതായത് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബാണ് നോവോറിസോണ്ടിനോ. അവരോടാണ് സാന്റോസ് പരാജയപ്പെട്ടത്. നെയ്മർ ജൂനിയർ മുഴുവൻ സമയവും കളിച്ചിട്ട് സാന്റോസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ നോവോറിസോണ്ടിനോക്ക് വേണ്ടി റോമുലോ എന്ന താരം ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് നെയ്മർ ജൂനിയറുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് സംഭവിച്ചത്. അതായത് നെയ്മറുടെ മിസ് പാസ് വരുന്നു, അത് പിടിച്ചെടുത്ത എതിർ താരമാണ് പിന്നീട് ഗോളിന് വഴി ഒരുക്കിയത്. അങ്ങനെയാണ് സാന്റോസിന് ലീഡ് വഴങ്ങേണ്ടി വന്നത്. ഈ സമയത്ത് കളിക്കളത്തിൽ വെച്ചുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ആ ഗോളിന് കാരണക്കാരൻ താനാണ് എന്നുള്ളത് നെയ്മർ ജൂനിയർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. തൻ്റെ സഹതാരങ്ങളോടാണ് നെയ്മർ ജൂനിയർ പറയുന്നത്. അതായത് ആ പിഴവ് അത് എൻ്റേതാണ്, ആ ഒരു പിഴവ് വരുത്തി വെച്ചത് ഞാനാണ്, ഈ ഗോളിന് കാരണക്കാരനായത് ഞാനാണ് എന്നുള്ളത് നെയ്മർ തന്നെ ചൂണ്ടിക്കൊണ്ട് മത്സരത്തിനിടയിൽ തൻ്റെ സഹതാരങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ തിരിച്ചടിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ പിന്നീട് സാന്റോസ് ഒരു ഗോൾ തിരിച്ചടിച്ചു. പക്ഷെ അവസാനത്തിൽ മറ്റൊരു ഗോൾ വഴങ്ങിക്കൊണ്ട് സാന്റോസിന് തോൽവി വഴങ്ങേണ്ടി വന്നു, പുറത്താവേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം നെയ്മർ ജൂനിയറിൽ നിന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.